നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടികജനതയുടെ ജീവിത പ്രശ്നങ്ങളിൽ പട്ടികജാതി വർഗ MP-മാരും MLA-മാരും ഇടപെടുന്നില്ലെന്നാരോപിച്ച് KPMS ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ ജാഥ സംഘടിപ്പിച്ചു. ബുദ്ധിമുട്ടുകൾ മൂലം വിദ്യാർത്ഥികൾ ഏകദേശം കേരളത്തിലെ മൂതിരക്കണ്ണി മണ്ണമ്പുറം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഡിസംബർ 28 മുതൽ ജനുവരി 3 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ട്രെയിൻ യാത്രയിൽ നിശ്ചിത ഭാരത്തേക്കാൾ കൂടുതൽ ലഗേജ് കൊണ്ടുപോകുന്നവർക്കെതിരെ അധിക ചാർജ് ഏർപ്പെടുത്താൻ റെയിൽവേ. ഗീതകാല സ്മരണകൾ അയവിറക്കി കൊരട്ടിയിലെ കേന്ദ്ര ഗവൺമെന്റ് പ്രസിൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒത്തുകൂടി. സംസ്ഥാനത്ത് സ്വർണ്ണവില 1 ലക്ഷം കടന്നു. വാർത്തകൾ വിശദമായി. പട്ടികജനതയുടെ ജീവിത പ്രശ്നങ്ങളിൽ പട്ടികവർഗ MLA-മാരും MP-മാരും ഇടപെടുന്നില്ലെന്നാരോപിച്ച് KPMS ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ ജാഥ സംഘടിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ MP-മാരെയും MLA-മാരെയും കുറ്റപ്പെടുത്തി കൊരട്ടി ഗന്നാനഗറിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ ജാഥ ജനറൽ സെക്രട്ടറി NT വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി KK ജയാനന്ദൻ ക്യാപ്റ്റനായിരുന്നു. വിവിധ കേന്ദ്രങ്ങളിൽ സംസ്ഥാന ഗജാൻജി PK സതീശൻ, സംഘടനാ സെക്രട്ടറി MK തങ്കപ്പൻ, അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ഗീത അയ്യപ്പൻ, ഷൈനി രാജു, വൈസ് പ്രസിഡന്റ് മണി പുഷ്പാകരൻ, TK മണി, EK ചന്ദ്രൻ, പ്രദീപ് കോനൂർ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് VK ബാബു ഉദ്ഘാടനം ചെയ്തു. യാത്ര KPMS ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ചാലക്കുടി ഏരിയ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് രൂപം നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജനപ്രതിനിധികളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് നമുക്കറിയാം. കേരള നിയമസഭയിൽ 140 MLA-മാരുണ്ട്. ഈ 140 MLA-മാരിൽ 16 പേര് കേരളത്തിലെ ഏകദേശം 40 ലക്ഷത്തോളം വരുന്ന പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അവർ നിയമസഭയിൽ ചെന്നിരിക്കുന്നത്. അങ്ങനെ നിയമസഭയിൽ ചെന്നിരിക്കുന്ന നമ്മുടെ ജനപ്രതിനിധികൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും തന്നെ നിയമസഭയിൽ ഉന്നയിക്കുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല എന്ന ഗൗരവതരമായ കാര്യം ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുകയാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ നേരിടുന്ന ഒട്ടേറെ വിഷയങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് കേരളത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികളാണ്. അവർക്ക് കിട്ടേണ്ട ഗ്രാന്റുകൾ, അവരുടെ വിവിധങ്ങളായ സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ പോക്കറ്റ് മണി, അതുപോലെ തന്നെ ഹോസ്റ്റൽ സൗകര്യം, അതുപോലെ തന്നെ SSLC മുതൽ മുകളിലേക്ക് ഉന്നത വിജയം കൈവരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി സർക്കാർ നൽകുന്ന സ്വർണ്ണമെഡൽ, അരപ്പവൻ സ്വർണ്ണമെഡൽ, ഇത് ഏകദേശം 20,000 കുട്ടികൾക്ക് 10,000 പവൻ സ്വർണം ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുവാനുണ്ട്. ഇന്ന് ഇങ്ങനെ നമുക്കറിയാം, നമ്മൾ വാട്സാപ്പിലൂടെ ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മൂതിരക്കണ്ണി മണ്ണമ്പുറം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഡിസംബർ 28 മുതൽ ജനുവരി 3 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഡിസംബർ 26-നും 27-നും തണ്ടിക വരവ് നടക്കും. 28-ാം തീയതി ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം. വൈകിട്ട് 4 മണിക്ക് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി ശ്രീമദ് പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജിയുടെ നേതൃത്വത്തിൽ മഹാസർവൈശ്വര്യ പൂജ, ഭജന, സത്സംഗം എന്നീ പരിപാടികൾ നടക്കും. 2-ാം ദിവസമായി 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ. വൈകിട്ട് 7:30-ന് നാട്ടുപന്തൽ. നാടൻപാട്ട് സംഘം മേലൂർ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 3-ാം ദിവസമായി ചൊവ്വാഴ്ച 30-ാം തീയതി വൈകിട്ട് 6:30-ന് ശ്രീലക്ഷ്മി സിൽക്സ് സിനി ടെക്സ്റ്റൈൽസ് സ്ഥാപകൻ AK സുഗതന് ആദരവ്. 7 മണിക്ക് സർഗോത്സവം. 4-ാം ദിവസമായി ബുധനാഴ്ച 31-ാം തീയതി മാതൃസമിതിയുടെ നാമാർച്ചന. 7:30-ന് ന്യൂ ബീഡ്സ് മോതിരക്കണ്ണി അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേള. 5-ാം ദിവസമായ ജനുവരി 1 വ്യാഴാഴ്ച രാവിലെ 5:30-ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാരണത്ത് ശ്രീധരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും നടക്കും. വൈകിട്ട് 7 മണിക്ക് 8 ടീമുകൾ പങ്കെടുക്കുന്ന കൈകുട്ടിക്കളി മത്സരം. 6-ാം ദിവസമായ 2-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമത്തോടെ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തിരുവാതിര ആചരണം. എട്ടങ്ങാടി തിരുവാതിര പുഴുക്ക്, പാതിര പൂപ്പറിക്കൽ, തുടിച്ചുകുളി, തിരുവാതിരക്കളി എന്നിവ നടക്കും. 7-ാം ദിവസമായ 3-ാം തീയതി ശനിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമം. തുടർന്ന് 8-ന് രുദ്രാഭിഷേകം. 9 മണിക്ക് മേജർ സെറ്റ് പഞ്ചവാദ്യം. വൈകിട്ട് 5-ന് തട്ടകത്തിലെ 8 ക്ഷേത്രത്തിൽ നിന്നുള്ള താലം വരവ്. രാത്രി 8 മണിക്ക് വചന. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ബാലകൃഷ്ണൻ കരിപ്പാടൻ, സെക്രട്ടറി NK മുരളീധരൻ, ദേവസ്വം സെക്രട്ടറി TS ശിവദാസൻ, PP സദാനന്ദൻ, KK പത്മനാഭൻ, സീന ദേവദാസ്, PN ബീന എന്നിവർ പങ്കെടുത്തു. രുദ്രാഭിഷേകം മഹാദേവന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഈ തിരുവാതിര നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് രുദ്രാഭിഷേകം. നമ്മുടെ ക്ഷേത്രം തന്ത്രി കാരണത്ത് ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അത് നടക്കുന്നത്. ഇതിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്താൽ അവർക്ക് നിത്യസൗഖ്യവും ഭാഗ്യങ്ങളും ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അന്നേ ദിവസം തന്നെ 8 മണിക്ക് അന്നമനട മുരളീധര മാരാർ അവതരിപ്പിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം ഉണ്ട്. വൈകുന്നേരം താലം വരവ്. സാധാരണ നമ്മളെ മോതിരക്കണ്ടി രക്തേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ഒരു താലമേ, അതിപുരാതനമായ ഈ മണ്ണുംപുറം ശിവക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുവുത്സവമാണ് തിരുവാതിര മഹോത്സവം. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവങ്ങളിൽ ഏറെ പ്രാധാന്യമേറുന്ന തിരുവാതിര മഹോത്സവം ഈ നാടിൻ്റെ തന്നെ ഒരു ഉത്സവമാണ്. തിരുവാതിര വ്രതവും അതിനോട് അനുബന്ധിച്ചുള്ള ആചാരങ്ങളും ഭക്തസമൂഹമായി ക്ഷേത്രത്തിൽ. ട്രെയിൻ യാത്രയിൽ നിശ്ചിത ഭാരത്തേക്കാൾ കൂടുതൽ ലഗേജ് കൊണ്ടുപോകുന്നവർക്കെതിരെ അധിക ചാർജ് ഈടാക്കാൻ റെയിൽവേ. ദീർഘദൂര ട്രെയിനുകളുടെ നിരക്ക് റെയിൽവേ കഴിഞ്ഞ ദിവസമാണ് വർദ്ധിപ്പിച്ചത്. ഇതിനിടെയാണ് ലഗേജുകളുടെ ഭാരത്തിനനുസരിച്ച് കൂടുതൽ തുക ഈടാക്കുന്നത്. അതേസമയം വിമാനങ്ങളിൽ എന്ന പോലെ ട്രെയിനുകളിലും നിശ്ചിത പരിധിയേക്കാൾ കൂടുതൽ ലഗേജ് കൊണ്ടുപോകുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. ട്രെയിനുകളിൽ നിശ്ചിത ഭാരത്തിൽ കൂടുതൽ കൊണ്ടുപോകുന്നത് സഹയാത്രികർക്ക് അസൗകര്യമുണ്ടാക്കുന്നു എന്നാണ് റെയിൽവേയുടെ ന്യായം. ഇതിന് അധിക സർചാർജ് ഈടാക്കും. 2-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് 35 കിലോഗ്രാം ലഗേജ് സൗജന്യമായും 70 കിലോഗ്രാം വരെ അധിക ചാർജ് നൽകി കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. സ്ലീപ്പർ ക്ലാസ് യാത്രക്കാർക്ക് സൗജന്യമായി 40 കിലോഗ്രാം സൗജന്യമായും 80 കിലോഗ്രാം ചാർജ് നൽകിയും കൊണ്ടുപോകാം. AC 3 ടയർ അല്ലെങ്കിൽ ചെയർ കാറിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് 40 കിലോഗ്രാം സൗജന്യ അലവൻസ് അനുവദിച്ചിട്ടുണ്ട്. ഇത് പരമാവധി പരിധി കൂടിയാണ്. ഫസ്റ്റ് ക്ലാസ് AC 2 ടയർ യാത്രക്കാർക്ക് 50 കിലോഗ്രാം ലഗേജ് സൗജന്യമായും പരമാവധി പരിധി 100 കിലോഗ്രാം വരെയും കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. AC ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് 70 കിലോഗ്രാം സൗജന്യമായി 150 കിലോഗ്രാം വരെ ചാർജ് ഈടാക്കിയും കൊണ്ടുപോകാം. വെള്ളാച്ചിറ ഫാത്തിമ മാതാ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ തോമസ് ലഹയുടെയും സംയുക്ത തിരുനാൾ 26 മുതൽ 29 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ദേവാലയ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആശംസകൾ നേരുന്നു. വെള്ളാഞ്ചേരി ഇടവകയിൽ സാധാരണ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ശനി ഞായറാണ് നമ്മുടെ തിരുനാൾ ആഘോഷിക്കുന്നത് പതിവ്. കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. നമ്മൾ ഈ വർഷം അതൊന്നും മാറ്റിപ്പിടിച്ചു. പലപ്പോഴും മഴയുടെ അതിപ്രസരക്കുള്ളത് കൊണ്ട് ഈ വർഷം ഒരു പരീക്ഷണാർത്ഥം
ഡിസംബർ ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ നടത്താമെന്ന് പൊതുയോഗം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഡേറ്റുകൾ ഡിസംബർ 26, 27, 28, 29 തീയതികളിലേക്ക് മാറ്റിയത്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങൾ ഏകദേശം 50 പ്രസിദ്ധന്മാരാണ് ഈ തിരുനാൾ ഏറ്റുകഴിക്കുന്നത്. അവരെ നറുക്കിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ 50 പ്രസിദ്ധന്മാർ അവരുടെ 1 വർഷം മുമ്പ് തുടങ്ങി അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി അതിന്റെ അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് 26-ാം തീയതിയാണ് നമ്മുടെ തിരുനാളിന്റെ കൊടികയറ്റം. അത് നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപത ജനറൽ അച്ഛനായിരിക്കുന്ന മോൺസിഞ്ഞോർ ജോസ് മാളേക്കിലാണ് അതിന് കാർമ്മികത്വം വഹിക്കുന്നത്. അന്നത്തെ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് പ്രധാനമായിട്ട് നിർവഹിക്കപ്പെടുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില 1 ലക്ഷം കടന്നു. സർവകാല റെക്കോർഡിട്ട സ്വർണ്ണവില ചൊവ്വാഴ്ച പവന് 1760 രൂപ വർദ്ധിച്ചതോടെയാണ് 1,01,600 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 220 രൂപയാണ് വർദ്ധിച്ചത്. 12,700 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. തിങ്കളാഴ്ച 2 തവണയായി 1,440 രൂപയാണ് വർദ്ധിച്ചത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 95,680 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. 9-ന് 94,920 രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയ സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് ദൃശ്യമായത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയതും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും ഓഹരി വിപണിയിലെ അസ്ഥിരതയും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. തൃശൂർ ജില്ലാ യോഗക്ഷേമ സമിതിയുടെ കലാസാംസ്കാരിക സംഗമമായ തൗരിത്രികം 2025 ഡിസംബർ 27 ശനി 28 ഞായർ തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി CKM NSS സീനിയർ സെക്കൻഡറി സ്കൂളിൽ 10 വേദികളിലായി വിവിധ കലാ മത്സരങ്ങളാണ് അരങ്ങേറുന്നത്. 27 ശനിയാഴ്ച രാവിലെ 6 മണിക്ക് തെക്കേടം ശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗണപതി ഹോമത്തോടെ മേളയ്ക്ക് തുടക്കമാകും. 8:45 ജില്ലാ പ്രസിഡന്റ് പതാക ഉയർത്തും. രാവിലെ 9-ന് യോഗക്ഷേമ സഭ ജനറൽ സെക്രട്ടറി PN ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ മേലേടം അധ്യക്ഷത വഹിക്കും. 28-ന് വൈകുന്നേരം 4 മണിക്ക് ADGP P വിജയൻ പ്രഭാഷണം നടത്തും. തുടർന്ന് 5 മണിക്ക് സമാപന സമ്മേളനം ആരംഭിക്കും. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസ് അധ്യക്ഷത വഹിക്കും. യോഗക്ഷേമ സഭാ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PND നമ്പൂതിരി മുഖ്യാതിഥിയായിരിക്കും. വിജയികൾക്കുള്ള സമ്മാനദാനം P വിജയൻ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ മേലേടം, സെക്രട്ടറി ദേവൻ തറേക്കാട്, വൈസ് ചെയർമാൻ കലാമേള KD ദാമോദരൻ, പ്രോഗ്രാം കൺവീനർ ദീപു M മംഗലൻ, MK ശങ്കരൻ, KJ വിഷ്ണു എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള പൗരത്രികം എന്ന പേരിലുള്ള ഒരു കലാസാഹിത്യമേള എല്ലാ വർഷവും നടത്താറുണ്ട്. ഏകദേശം 28 വർഷമായിട്ട് നടത്തി വരുന്ന ഒരിതാണ്. അപ്പൊ ഇത്തവണ അത് ഇവിടെ ചാലക്കുടി NSSന്റെ സ്കൂളിൽ വെച്ചിട്ടാണ് ആ പരിപാടി നടത്തുന്നത്. ഡിസംബർ 27, 28 തീയതികളിലായിട്ട് 2 ദിവസം ആണ് മത്സരങ്ങൾ നടക്കുന്നത്. തൃശൂർ ജില്ല യോഗക്ഷേമ കുടുംബാംഗങ്ങളിൽ വെച്ച് വേണമെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും അംഗസംഖ്യയുടെ കാര്യത്തിലാണെങ്കിലും പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും മുന്നിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമാണ് തൃശൂർ ജില്ല എന്ന് പറയുന്നത്. തൃശൂർ ജില്ലയുടെ ഒരു അഭിമാന പരിപാടിയാണ് പൗരത്രികം യോഗക്ഷേമ കുടുംബാംഗങ്ങളുടെ കലാമേള എന്ന് പറയുന്നത്. ഇത് 28ാമത് കലാമേളയാണ് ഇപ്പോൾ ഈ വർഷം നടക്കുന്ന പൗരത്രികം ചാലക്കുടി വെച്ച് നടത്തുന്നത്. കലാസംഗമം കേരളത്തിൽ തന്നെ ഏറ്റവും സമുദായാംഗങ്ങൾ കൂടുതലുള്ള തൃശ്ശൂർ ജില്ലയിലെ നമ്മൾ 2005 എന്ന പേരിൽ 2025 എന്ന പേരിലാണ് ചാലക്കുടി CKM സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി സ്വർണ്ണവില 1 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ്. മറ്റു മേഖലകളിൽ ചാഞ്ചാട്ടം ദൃശ്യമായതിനെ തുടർന്ന് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തെ ആശ്രയിക്കാൻ തുടങ്ങിയതാണ് വിലയിൽ പ്രതിഫലിക്കുന്നത്. സ്വർണ്ണവിലയുടെ നാൾ വഴി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷത്തിനകമാണ് സ്വർണ്ണവില പവന് 50,000 രൂപ വർദ്ധിച്ചത് എന്ന് കാണാം. 2005 പവന് 5,000 രൂപ മാത്രമുണ്ടായിരുന്ന സ്വർണ്ണവിലയാണ് 20 വർഷം കൊണ്ട് ഇത്രയും അധികം വർദ്ധിച്ചത്. 2024 മാർച്ച് 29-നാണ് സ്വർണ്ണവില ആദ്യമായി 50,000 കടന്നത്. അന്ന് പവന് 50,400 രൂപയാണ് രേഖപ്പെടുത്തിയത്. പിന്നീടുള്ള മാസങ്ങളിൽ ഗീതകാല സ്മരണകൾ അയവിറക്കി കൊരട്ടി കേന്ദ്ര പ്രസിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒത്തുകൂടി.
പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സംഗമം സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് ഫോറം പ്രസിഡന്റ് ബി സോമൻ അധ്യക്ഷനായി. അസോസിയേഷൻ ചാലക്കുടി ബ്രാഞ്ച് സെക്രട്ടറി വിജയൻ, KJ ദേവസ്യകുട്ടി, MO അസീസ് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ 80 വയസ്സ് പിന്നിട്ട 12 പെൻഷൻകാരെ ആദരിച്ചു. ബാങ്കിംഗ് സേവന രംഗത്തെ വിദഗ്ധ സേവനത്തിന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ഡോക്ടർ പ്രകാശ് അയ്യരെ മെമന്റോ നൽകി ആദരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 150ഓളം പെൻഷൻകാരും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുകൂടിയിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് പെൻഷനേഴ്സ് അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും പാർലമെന്റിൽ പാസാക്കിയ പെൻഷൻ ബില്ലിന്റെ മറവിലും പരിഗണനാ വിഷയങ്ങൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന കാണാ ചരടുകളെക്കുറിച്ചും ഉദ്ഘാടകൻ പ്രതിപാദിച്ചു. ഒക്കെ അവതരിപ്പിക്കുന്ന സംവിധാനമാണ് CAG എന്ന് പറയുന്ന അതുകൊണ്ട് വെള്ളം ആരും അത് പോകാൻ പോകില്ല എന്ന് വിചാരിച്ചു. ആ സ്ഥാപനത്തെ സ്ഥിതി എന്താണെന്നോ തൃശ്ശൂരിൽ 500 പേര് ജോലി ഇപ്പോൾ 112 ആളുകളായി ജനങ്ങൾ. ഒരുപാട് സ്ഥാപനങ്ങൾ അടച്ചുകൂടിപ്പോയിട്ടൊന്നും വേണ്ട എന്നാണ് ഗവൺമെന്റ് നിലപാട്. JCM സംവിധാനമൊക്കെ എല്ലാ സ്ഥലത്തും പ്രവർത്തിച്ചിട്ടാണ്. 3 തലത്തിലുണ്ട്, ദേശീയ തലത്തിലുണ്ട്, ഡിപ്പാർട്ട്മെന്റ് തലത്തിലും, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അതിന് ചർച്ചകൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്ന ആർബിട്രേഷന്റെ തീരുമാനം അന്തിമമാണ്. പക്ഷേ ആ തീരുമാനം ഗവൺമെന്റിന് വേണ്ടി പാർലമെന്റിലേക്ക് കൊണ്ടുവന്ന് വേണമെങ്കിൽ തള്ളിക്കരാൻ. എന്നാലും കുറെ കാര്യങ്ങളൊക്കെ ഈ JCM സംവിധാനങ്ങൾ തന്നെ നിഷേധിക്കുന്ന രീതിയിലേക്ക് അതിന്റെ പരിഗണനാ വിഷയങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. അപ്പോ അങ്കമാലിയിൽ യാത്രക്കാരിൽ നിന്നും മയക്കുമരുന്ന് പിടികൂടി. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് പോലീസും ഡാൻസ് സ്റ്റാഫും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് 3 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിലായത്. പള്ളിക്കര പഴത്തോട്ടം സ്വദേശി അഖിലാണ് പോലീസിന്റെ പിടിയിലായത്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നടത്തിയ സ്പെഷ്യൽ റെയ്ഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുമായി യുവാവിനെ പിടികൂടിയത്. ബംഗളൂരിൽ നിന്നുമാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിച്ചത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ വാർഷിക ദിനം വർണ്ണാഭമായി. പ്രശസ്ത പിന്നണി ഗായകനും സംഗീത സംവിധായകനുമായ ഉണ്ണിമേനോൻ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് KS ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വാർഡംഗം TV പ്രജിത്ത് സംസാരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്പോർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് എല്ലാത്തിനും നമ്പർ 1 നിൽക്കുന്ന ഒരു സ്കൂളാണ് ഇത് എന്ന് മനസ്സിലായത്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദി ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഫോർ ഗിവിംഗ് ദിസ് ബ്യൂട്ടിഫുൾ പെർഫോമൻസസ് ത്രൂഔട്ട് ദി ഇയർ. ഇന്ന് ദിവംഗതനായ എൻ്റെ സഹപ്രവർത്തകൻ ശ്രീനിവാസിന് നിത്യശാന്തി തരുന്നു. അദ്ദേഹത്തിന് പ്രണാമം. സാധാരണ സിനിമയിൽ കാണാത്ത ഒരു തനിമയാണ് ശ്രീനിവാസ്. താരമല്ലാത്ത ഒരു നടൻ എന്ന് പറയുന്നത്. ഞാനുമായിട്ടും വളരെ ക്ലോസ് ആയിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഉടനെ കേട്ടത് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ്. സിനിമയിലെ മർമ്മജ്ഞനും സിനിമയിലെ നർമ്മജ്ഞനും എല്ലാമായിരുന്നു അദ്ദേഹം. ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു വ്യക്തിത്വം, ഒരു സാധാരണക്കാരനായ ഒരു നടൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം വല്ലാതെ വിഷമിപ്പിച്ചു രാവിലെ. എന്തായാലും ഈ ഒരു നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകൾ ചെമ്പനീറാണ് ഏറ്റവും മുമ്പ് അല്ലേ? ഈ ഗാനം ഞാൻ ചെയ്തത്, കമ്പോസ് ചെയ്ത് പാടി അഭിനയിച്ചത് 2003 സംഗീതം നൽകിയതും പാടിയതും അഭിനയിച്ചതും ഈ സിനിമ കണ്ടതും ഞാൻ മാത്രമാണ്. സ്ഥിതി എന്നായിരുന്നു സിനിമയുടെ പേര്. കേൾക്കാമല്ലേ ഒരു ചെമ്പനി? ആരാണ് ഈ പാട്ട് എഴുതിയത് അറിയാം? ശ്രീ പ്രഭാവർമ്മ. അദ്ദേഹത്തിന്റെ വരികളാണ് കമ്പോസ് ചെയ്ത് പാടിയത്. ഓക്കെ.
നിറഞ്ഞ സ്നേഹമാ മാധുര്യം ഒരു വാക്കിനാൽ തൊട്ടു ഞാൻ നൽകിയില്ല നിറനീലരാവിലെ ഏകാന്തതയിൽ നിൻമിഴിയിലെ നനവൊപ്പി മായ്ച്ചതില്ല എങ്കിലും നീ അറിഞ്ഞു എന്നിനവെന്നും നിന്നറിയുന്നതാ നിന്നെ തഴുന്നതാ ഒരു ചെമ്പരീ പൂവിരുത്തു ഞാനോ മലേ ഒരു വേള നിന്നേക്കു നീല എങ്കിലും എങ്ങനെ നീയറിഞ്ഞു എന്റെ ചെമ്മനീർ പൂക്കുന്നതായി നിനക്കായി സുഗന്ധം പരത്തുന്നതായി നിനക്കായി പറയൂ നീ പറയൂ പറയൂ നീ പറയൂ ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ ഒരു വേള നിന്നേക്കും നീട്ടില്ല. മതിയോ ഇനി വേണം യെസ് പറയൂ പുതുവെള്ളയും പാടാൻ ഇവിടെ പുതിയ വോയിസ് എന്തെങ്കിലും പാടാം ആഗ്രഹമുണ്ടോ സിംഗേഴ്സ് ഉണ്ടാവും ഡെഫിനറ്റ്ലി അല്ലേ any female voice who can join me പൂമഞ്ഞിലേ വെയിനാളം പോ നിൻ കണ്ണിലെൻ ചുംബനം തൂവനായി പൊഴിഞ്ഞൊരി ആദ്രമാ നീനാക്കുളിർ അടയും ഞാറ്റുവീലയെന്തിനോ ഒരു മാത്ര കാത്തിനോ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടികജനതയുടെ ജീവിത പ്രശ്നങ്ങളിൽ പട്ടികജാതി വർഗ MP-മാരും MLA-മാരും ഇടപെടുന്നില്ലെന്നാരോപിച്ച് KPMS ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ ജാഥ സംഘടിപ്പിച്ചു. ബുദ്ധിമുട്ടുകൾ മൂലം വിദ്യാർത്ഥികൾ ഏകദേശം കേരളത്തിലെ മൂതിരക്കണ്ണി മണ്ണമ്പുറം മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ഡിസംബർ 28 മുതൽ ജനുവരി 3 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ട്രെയിൻ യാത്രയിൽ നിശ്ചിത ഭാരത്തേക്കാൾ കൂടുതൽ ലഗേജ് കൊണ്ടുപോകുന്നവർക്കെതിരെ അധിക ചാർജ് ഏർപ്പെടുത്താൻ റെയിൽവേ. ഗതകാല സ്മരണകൾ അയവിറക്കി കൊരട്ടിയിലെ കേന്ദ്ര ഗവൺമെന്റ് പ്രസിൽ ജീവനക്കാരും കുടുംബാംഗങ്ങളും ഒത്തുകൂടി. സംസ്ഥാനത്ത് സ്വർണ്ണവില 1 ലക്ഷം കടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.